ഹലോ ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? സുഖമാണോ എല്ലാവർക്കും? ഇന്ന് ഞാനൊരു വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. ഒരു കുട്ടിക്കാലത്തെ നൊസ്റ്റു ആണ് എനിക്ക് ഈ വീഡിയോ ചെയ്യാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുക്കുറ്റിപ്പൂ, ഈ പൂക്കളിങ്ങനെ നിറയെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കർക്കിടകം ചിങ്ങത്തിലൊക്കെ ആയിട്ടാണല്ലോ ഈ മുക്കയും തുമ്പയും മുക്കുറ്റിയൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ആ പൂക്കൾ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ പഴയ കുട്ടിക്കാലം ഓർമ്മ വന്നു. കാരണം ഓണത്തിന് സ്കൂളിൽ പൂക്കള മത്സരം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ പൂക്കള മത്സരത്തിൻ്റെ ദിവസം നമ്മൾ ഈ പൂ പൊട്ടിക്കാനായിട്ട് ഇങ്ങനെ ഓടി നടക്കും ഓരോ പറമ്പുകളിലും. എന്നിട്ട് ഇത് ശേഖരിച്ചിട്ടാണ് അന്ന് സ്കൂളിൽ പോക്ക് അല്ലേ? നിങ്ങൾക്കുണ്ടാവില്ലേ ഇതുപോലെ ഒരുപാട് കുട്ടിക്കാലത്തെ നൊസ്റ്റൊക്കെ? അപ്പോൾ എനിക്കിന്നിങ്ങനെ പറമ്പിലേക്ക് നോക്കി ഇങ്ങനെ ഈ പൂ കണ്ടപ്പോഴേ എനിക്കൊരു വീഡിയോ എടുക്കാനായിട്ട് തോന്നി. നമ്മുടെ തുമ്പ ഇവിടെ കണ്ടുവരുന്നില്ല കേട്ടോ. തുമ്പ ഇങ്ങനെ ഇപ്പം അധികം എവിടെ അങ്ങനെ കാണാറില്ല. പക്ഷേ ഈ മുക്കുറ്റിപ്പൂ അതിപ്പോഴും ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. ഇതുണ്ടാവുന്ന സ്ഥലങ്ങളുണ്ട്, സ്ഥിരമായിട്ട് നമ്മുടെ ഈ പറമ്പിൽ ഈ ഒരു മാസത്തിൽ ഇതെപ്പോഴും കണ്ടുവരുന്നതാണ്. അപ്പോൾ ഇത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് കേട്ടോ ഈ മുക്കുറ്റി എന്ന് പറയുന്നത്. ഇത് നമ്മൾ കർക്കിടക മാസത്തിൽ കഞ്ഞി വെക്കാനായിട്ട് ഇതിൻ്റെ വേരും ഇതിൻ്റെ സൂപ്പൊക്കെ എടുക്കാറുണ്ട്. ഇതിൻ്റെ നീരൊക്കെ എടുത്ത് നമ്മൾ കഞ്ഞിയിൽ ഒഴിക്കും ഈ മുക്കുറ്റിപ്പൂവിൻ്റെ. പിന്നെ എണ്ണ കാച്ചാനായിട്ട് നമ്മളിത് ഉപയോഗിക്കാറുണ്ട് അല്ലേ? പിന്നെ പറയാമെന്ന് വെച്ചാൽ എനിക്ക് റിസൾട്ട് കിട്ടിയൊരു കാര്യം ഞാൻ പറയാം. ഇതിൻ്റെ പൂവും ഇലയും കൂടെ തിളപ്പിച്ചിട്ട് ആ വെള്ളം നമ്മുടെ പീരിയഡ്സ് സമയത്ത് ഉണ്ടാകുന്ന വയറുവേദന ഉണ്ടല്ലോ, ആ വയറുവേദനയ്ക്ക് ആ വെള്ളം കുടിക്കുന്നത് വളരെ ബെറ്ററാണ് കേട്ടോ. അത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം വെച്ച് ഈ പൂവിൽ ഒരു 7 മുക്കുറ്റി പറിച്ചെടുത്തിട്ട് അതിൻ്റെ പൂവും ഇലയും കൂടിയിട്ട് തിളപ്പിച്ച് ആ വെള്ളം ഒരു ഗ്ലാസ് വെള്ളം 1/2 ഗ്ലാസ് വെള്ളമാക്കിയിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. അത് കുടിച്ച് കഴിഞ്ഞാൽ വയറുവേദനയ്ക്ക് എനിക്ക് ഒത്തിരി സമാധാനം കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര വയറുവേദന ഉണ്ടാകുന്ന സമയത്ത് ഞാനിത് കുടിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വളരെയധികം നൊസ്റ്റുള്ള ഈ ഒരു വീഡിയോ, ഈ പൂക്കൾ കണ്ടപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് തോന്നി. പക്ഷേ തുമ്പപ്പൂ അങ്ങനെ ഇവിടെ കുറച്ച് നാളായിട്ട് ഞാൻ ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ ഞാൻ നോക്കാറുണ്ട്. സാധാരണ ചെറുപ്പകാലങ്ങളിൽ കണ്ടുവരുന്ന സ്ഥലങ്ങളിലൊക്കെ അന്വേഷിക്കാറുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഇപ്പോൾ ഇല്ല. പക്ഷേ ഈ പൂ ഇത് ഇപ്പോഴും ഉണ്ട് കേട്ടോ, നന്നായിട്ടുണ്ടാവാറുണ്ട്, കുറേ ഉണ്ടായി നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾക്കും ഉണ്ടാവും ഇതുപോലെ ഒരു നൊസ്റ്റൊക്കെ അല്ലേ? സ്കൂൾ ലൈഫൊക്കെ ഓർമ്മ വരുന്ന ഒരു നൊസ്റ്റു ഉണ്ടാവില്ലേ? അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു നൊസ്റ്റു ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. സ്കൂൾ ലൈഫാണ് കൂടുതൽ പേരും ഓർക്കുന്നുണ്ടാവുക. കാരണം നമ്മൾക്ക് പൂ പറിക്കാൻ പോകുന്ന ഒരു മാസമാണല്ലോ ഇത്. കർക്കിടകം കഴിഞ്ഞ് ചിങ്ങത്തിൽ നമ്മൾ ഓണത്തിന് പൂ പറിക്കാൻ പൂക്കളിടാനൊക്കെ ഇങ്ങനെയുള്ള പൂവുകളൊക്കെ തപ്പി നടക്കാറുണ്ട് അല്ലേ കൂട്ടുകാരെ? എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.